അസ്സലാമു അലൈക്കും. പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മുടെ ലിസാനുൽ ഖുർആൻ്റെ പരീക്ഷ കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു മക്കളെ എക്സാം? സുഖമായിരുന്നു അല്ലേ? ഈ കഴിഞ്ഞ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ് മാത്രം നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ആൻസേഴ്സ് ഒന്നും പറയുന്നില്ല. കാരണം ഇനി ആൻസർ കേട്ടിട്ട് ഇൻ കേസ് നിങ്ങൾ എഴുതിയ ഉത്തരങ്ങൾ തെറ്റായി പോയിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ അടുത്ത എക്സാമിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ആൻസേഴ്സ് ഒന്നും പറയാത്തത്. അതുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് മാത്രം വേഗത്തിലൊന്ന് നോക്കാം. അപ്പോൾ നോക്കൂ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നുവഫിഖു എന്ന് പറഞ്ഞാൽ മാച്ച് ചെയ്യാനാണ്. ഇവിടെ നമുക്ക് 7 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ 7ൻ്റെയും ആൻസേഴ്സും ഈ സൈഡിലായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് ഏതിനാടാണോ മാച്ചായത് ആ മാച്ചായത് നമ്മളിവിടെ നേരെ ഈ ഡാഷ് ഇട്ട ഭാഗത്ത് എഴുതി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളും വായിച്ചു നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. യാ ഫായിസ് അൻത സഈദുൻ ഡാഷ്. യാ ഫായിസ് അൻത സഈദുൻ ഡാഷ്. രണ്ടാമത്തേത് അനീസുൻ ത്വാലിബുൻ. 3 അൽ ഔലാദു മാഹിറൂന. 4 യാ ഫൗസിയ അൻതി ജാലിസത്തുൻ. 5 ഹബീബത്തുൻ ത്വാലിബത്തുൻ. 6 അനീസത്തുൻ വഷാക്കിറത്തുൻ ഉഖ്താനി. 7 അനദാരിസുൻ. ഇനി ഉത്തരങ്ങളൊന്ന് നോക്കിയാലോ. ഹും യദുറുസൂന ജയ്യിദൻ കലമീ ഫി സുന്ദുഖി ഹിയ മാഹിറത്തുൻ ഹുമാ ദാരിസത്താനി ബൈത്തുക ഖരീബും മിനൽ മസ്ജിദി ഹുവ മാഹിറുൻ കിതാബുക ഫിൽ ഹഖീബത്തി. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ റിവിഷൻ്റെ സമയത്തും ഇന്നലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോഴൊക്കെ പറഞ്ഞിരുന്നു. ഇതിലുള്ളതെല്ലാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. നുൻഷിയോ ബാലൽ ജുംലി ബി മുസാദത്തിൽ കെലിമാത്തി താലിയ. ഇവിടെ താഴെ തന്നിട്ടുള്ള കെലിമത്തുകളെ ഓർഡർ തെറ്റിച്ചാണ് തന്നിട്ടുള്ളത്. നമ്മൾ അതിനെ കറക്റ്റ് ഓർഡറിലാക്കിയിട്ട് എഴുതണം. ഒന്നാമത്തേത് നോക്കൂ. അൽ ബൈത്തി റായിയോൻ ഫിനാഉ. അങ്ങനെ 3 പാർട്ടായിട്ട് തെറ്റിച്ച് നമുക്ക് മുറിച്ച് തന്നിട്ടുണ്ട്. നമ്മളതിനെ കറക്റ്റ് ഓർഡറിലാക്കിയിട്ട് ഒറ്റ സെൻറ്റൻസ് ആക്കി എഴുതണം. രണ്ടാമത്തേത് എന്താണ്? അൽ ഇസ്ലാമി ഹയാത്തു അൽ ഇൽമു. 3 അലീമുൻ അൽ ഖുർആനു കിതാബുൻ. എല്ലാവർക്കും അറിയാലോ, എല്ലാവരും എഴുതിയിട്ടും ഉണ്ടാകും ഇൻഷാ അല്ലാ. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ. നുക്മിലു, പൂർത്തിയാക്കാനാണ്. 4 ചോദ്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. പല ഭാഗങ്ങളിലായിട്ട് അവിടെ ഡാഷ് ഇട്ട് തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പൂർത്തിയാക്കി എഴുതണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അൻവറു മുദരിസുൻ ഡാഷ് മുദരിസുൻ ഫി ഡാഷ് സാനവിയ. അറിയാലോ, നമ്മുടെ രണ്ടാം പാഠത്തിലുള്ള ഫസ്റ്റ് സെൻറ്റൻസ് തന്നെയാണ്. രണ്ടാമത് വാഫിറൻലി ഡാഷ് ദംബിൻ വ ഡാഷ് നീ ഫിൽ ഖിയാമ. 3 ഹുവ ഡാഷ് ഹും ഡാഷ് ഡാഷ് ഹുന്ന. സിമ്പിളാണല്ലോ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. നഹ്നു മുസ്ലിമൂന ഡാഷ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 4 നുതർജിമു, തർജ്ജമ ചെയ്യാനാണ്, അർത്ഥം എഴുതാനാണ്. 1 അൽ മുഅ്മിനൂന ഇഖ്വത്തുൻ ഹും ദാഹിബൂന ഇലൽ മസ്ജിദി. അറിയാമല്ലോ? അറിയാം. ഇനി രണ്ടാമത്തേത് നോക്കൂ. അസ്സാഅത്തു ജദീദത്തുൻ. 3 അൽ മത്തറു നാസിലുൻ. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നുഅരിബു, അറബിയിലാക്കാനാണ്. 1 വിളി, വിളി എന്നതിൻ്റെ അറബി പദം നമ്മളിവിടെ എഴുതി ചേർക്കണം. 2 നിർഭാഗ്യം. 3 നീ ഒരുക്കണം. 4 നിറഞ്ഞത്. 5 ചെടികൾ. അപ്പോൾ ഇതിൻ്റെ എല്ലാം അറബി പദങ്ങൾ നമ്മൾ ഈ വിട്ട ഭാഗങ്ങളിൽ പൂരിപ്പിച്ച് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അൽഹംദുലില്ലാ വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നമ്മുടെ ഫസ്റ്റ് എക്സാം ഇവിടെ അവസാനിച്ചു. ഇനി ഇൻഷാ അല്ലാ നമുക്ക് നാളെ താരിഖാണ്.
ഇത് ശരിയോ തെറ്റോ എന്തോ ആവട്ടെ, നമ്മൾ അതിനെക്കുറിച്ച് മെയിൻറ്റ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. കാരണം അത് കഴിഞ്ഞു. ഇനി നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നാളേക്കുള്ള എക്സാമിന് വേണ്ടിയിട്ട് നന്നായി പ്രിപ്പയർ ചെയ്യുക. പാഠഭാഗങ്ങളൊക്കെ നന്നായി പഠിക്കുക. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ പല മോഡലുകൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഒന്ന് റിവിഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നന്നായി പഠിക്കുക. നന്നായി പഠിച്ചാൽ മാത്രമേ നന്നായി ഉത്തരം എഴുതാനും നല്ല മാർക്കോട് കൂടി വിജയിക്കാനും സാധിക്കുകയുള്ളൂ. അള്ളാഹു എല്ലാ മക്കൾക്കും ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.